ഹായ് ഗൈസ്, നമുക്കിനി ഈ പണം ഇടപാട് എങ്ങനെയാണ് ഫോറക്സിൽ ആക്ച്വലി ഇടപാടുകൾ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മളിവിടെ വിൽപ്പനയും മേടിക്കലും തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ കറൻസികളുടെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 3 ആൾക്കാരെ പരിചയപ്പെടണം. ആദ്യത്തെ ആള് ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് പറയും, രണ്ടാമത്തെ ആള് നമ്മളെ ബ്രോക്കറും, മൂന്നാമത്തെ ആളാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ആദ്യത്തെ ആളെ നമുക്ക് LP എന്ന് പേര് കൊടുക്കാം, ലിക്വിഡിറ്റി പ്രൊവൈഡർ. പിന്നെ നമ്മൾ ബ്രോക്കർ BR എന്നിട്ടേക്കാം, പിന്നെ നമ്മൾ റീറ്റെയിൽ ട്രേഡർ. ഓക്കെ, ഈ 3 പേരാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഉള്ള പാർട്ടിസിപ്പൻസ്. ഓക്കെ, ഈ ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആണ്, നമുക്കിവിടെ ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ വലിയ വലിയ ബാങ്കുകൾ അല്ലേ, HSBC പോലെയുള്ള വലിയ വലിയ ബാങ്കുകൾ, പല പല ശാഖകളുണ്ട്. അവർക്ക് ന്യൂയോർക്കിൽ ശാഖയുണ്ട്, UK ശാഖയുണ്ട്. അവിടെ എല്ലാം അവിടുത്തെ രാജ്യത്തിന്റെ കറൻസികൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ ആക്ച്വലി പൈസയുണ്ട്, ഫിസിക്കലി നോട്ട് കെട്ടുകൾ ലോക്കറിലുണ്ട് ബാങ്കിന്റെ അല്ലെ. ഇവിടുത്തെ അതിപ്പോ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിലും ശരി, ഫോറക്സ് ആണെങ്കിലും ശരി, നമ്മൾ മനസ്സിൽ കാണേണ്ട കാര്യം, ഇവിടുത്തെ കളിക്കാരെന്ന് പറഞ്ഞാൽ നല്ല കാശുള്ള ആൾക്കാരാണ്. ബാങ്കുകളും നമ്മൾ സ്മാർട്ട് മണി എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. നമുക്കൊരു വൈക്കോഫ് ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, കോമ്പോസിറ്റ് മാൻ എന്ന് പറയും. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കാശുള്ള വ്യക്തി, അയാളെ നമ്മൾ കോമ്പോസിറ്റ് മാൻ എന്ന് പറയും. ഓക്കെ, സോ അത് ബാങ്കുകളാവാം, ഹെഡ്ജ് ഫണ്ടുകളാവാം, ആര് വേണോ ആവാം. അവരുടെ കയ്യിൽ ഫിസിക്കലി കാശുണ്ട്. ഇവിടുത്തെ പണമിടപാട് നടക്കുന്നത് ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡറും വേറൊരു ലിക്വിഡിറ്റി പ്രൊവൈഡറും തമ്മിലാണ്. അതായത് ഒരു ബാങ്കും വേറൊരു ബാങ്കും തമ്മിലായിരിക്കും ഇടപാടുകളൊക്കെ സംഭവിക്കുന്നത്, ആക്ച്വലി ഇൻ റിയൽ നടക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവര് നമ്മളെപ്പോലെ എന്താ പറയാ, ഒരു സ്ഥലത്ത് വിൽക്കുകയോ ഒരു സ്ഥലത്ത് മേടിക്കുക അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം വിൽക്കും, അവിടെ തന്നെ ഒരുപാട് പ്രാവശ്യം മേടിക്കും, വീണ്ടും വിൽക്കും, വീണ്ടും മേടിക്കും. എല്ലാ സ്ഥലത്തും വിൽക്കും, മേടിച്ചുകൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും ഇവർ വിൽക്കുകയും മേടിക്കുകയും ചെയ്യും. ഓക്കെ, ബാങ്കുകളൊക്കെ നമ്മളെപ്പോലെ ഒരാളല്ല ട്രേഡ് ചെയ്യുന്നത്. അവർക്ക് അവിടെ വലിയ വലിയ സെർവറുകളും അൽഗോറിതങ്ങളും ഓർഡർ ബുക്കുകളൊക്കെ ഉണ്ട്. അവിടെ ഒരാളല്ല, വ്യക്തിയല്ല ട്രേഡ് ചെയ്യുന്നത്, അൽഗോറിതംസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, കൊല്ലങ്ങളായിട്ട് എന്താ പറയുക, ഡേറ്റ ചേൺ ചെയ്ത് ഡേറ്റയിലുള്ള രീതിക്ക് മാർക്കറ്റിൽ കുറെ മാനിപ്പുലേഷൻ ഒക്കെ നടത്തി അങ്ങനെയൊക്കെ തന്നെയാണ് ബാങ്കുകൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അവർ ആ അൽഗോറിതം യൂസ് ചെയ്താണ് ട്രേഡ് ചെയ്യുന്നത്. അൽഗോറിതം നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് അൽഗോറിതത്തിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. റൈറ്റ്. അപ്പം ഈ പണമിടപാടുകൾ നടക്കുമ്പം ഇവർ ഈ ഓർഡർ എന്താ പറയാ, ഇവർക്ക് ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് സ്ഥലത്ത് ഓർഡേഴ്സ് കാണും. ഇപ്പം എന്താ പറയാ, നമുക്കിപ്പോൾ ഒരു ഫോറക്സ് പെയർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോറക്സ് പെയറിൽ XYZ എന്നുള്ളൊരു ഫോറക്സ് പെയറിൽ ഈ ഒരു പ്രൈസ് പോയിന്റ് ഇത്രയും ഡോളറാണെന്ന് വിചാരിച്ചോ, 13 ജസ്റ്റ് ഒരു 1345 ഇങ്ങനെ ഒരു പ്രൈസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഇത്രയും ഡോളറിൽ ഏതൊരു കറൻസി പെയർ ഉണ്ട്. ഓക്കെ, ഈ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിന് എന്ത് കാണും, ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്ന് പറയും, HFT എന്ന് പറയും. അവർക്കിവിടെ ഓൾറെഡി കുറെ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും കാണും. മില്യണുകൾ, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ഓർഡേഴ്സ് ഓൾറെഡി ഈ പ്രൈസ് റേഞ്ചിൽ കാണുമായിരിക്കും. ഈ ഡേറ്റ, ഈ ഓർഡേഴ്സ് ഉള്ള ഡേറ്റ അവരെന്ത് ചെയ്യും, ബ്രോക്കറിന് കൊടുക്കും. ഫിസിക്കലി ഒന്നുമില്ല, എല്ലാം വിർച്വലി. ഇങ്ങനെ എന്താ പറയുക, ലിക്വിഡിറ്റി പ്രൊവൈഡർ ബ്രോക്കറിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഈ പ്രൈസ് റേഞ്ച് തൊട്ട് അല്ലെങ്കിൽ ഇന്ന പ്രൈസ് റേഞ്ച് തൊട്ട് ഇന്ന പ്രൈസ് റേഞ്ച് വരെയൊക്കെ എൻ്റെ കയ്യിൽ ഇന്ന പെയറിൽ ഓർഡേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ, ഒരുപാട് കാണും, കോടിക്കണക്കിന് കാണും. ഓക്കെ, ഇപ്പൊ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് അതേ പെയർ, ഇപ്പൊ XYZ എന്നുള്ള അതേ പെയറിൽ നമ്മൾ മേടിക്കാനോ വിൽക്കാനോ ഉള്ള ഇൻഫർമേഷൻ ബ്രോക്കറിന് കൊടുക്കുമ്പോൾ ബ്രോക്കർ എന്ത് ചെയ്യും, ഈ ലിക്വിഡിറ്റി പ്രൊവൈഡറിന്റെ ഓർഡർ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓർഡേഴ്സ് മാച്ച് ചെയ്യും. അതായത് നമുക്ക് അവരുമായിട്ട് കണക്ഷൻ എടുത്തു തരും. നമ്മളിപ്പോൾ മേടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി പ്രൊവൈഡർ വിൽക്കുകയും ചെയ്യുന്നുണ്ട്, മേടിക്കുകയും ചെയ്യുന്നുണ്ട്. 2 കാര്യം ചെയ്യുന്നുണ്ട് പല ഏരിയയിലും. എല്ലാ പ്രൈസ് പോയിന്റിലും അവർ വിൽക്കുന്നുണ്ട്, എല്ലാ പ്രൈസ് പോയിന്റിലും ഓരോ പിപ്പിലും വിൽക്കുന്നുണ്ട്, ഓരോ പിപ്പിലും മേടിക്കുന്നുണ്ട്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആൽഗോരിതം അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് എപ്പോൾ മേടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മേടിക്കാനും പറ്റും, എപ്പോൾ വിറ്റാലും വിൽക്കാൻ പറ്റും. പക്ഷെ ബ്രോക്കറിന്റെ പരിപാടി, ബ്രോക്കർ ഒരു മീഡിയേറ്റർ മാത്രമാണ്. ബ്രോക്കർ എന്ത് ചെയ്യും, ഈ ഓർഡർ ബുക്കിലുള്ള ഡേറ്റ വെച്ച് റീറ്റെയിൽ ട്രേഡേഴ്സിന് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവരുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടത്തി തരാം. അപ്പൊ നമ്മളിപ്പോ XYZ മേടിക്കാനാണ് പോകുന്നെങ്കിൽ ഓക്കെ, ബ്രോക്കർ എന്ത് ചെയ്യും, ഇവരുടെ ഈ ഓർഡർ ബുക്കിൽ നോക്കിയിട്ട് ആ ഓർഡർ നമുക്ക് തരാം. ഇവിടെ ഓൾറെഡി ഇവർ എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കും, വിൽക്കാൻ തയ്യാറായിരിക്കും. ആ വിൽപ്പനയാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. നമ്മളെ കാശ് ലിക്വിഡിറ്റി പ്രൊവൈഡറിന് പോവും, നമുക്ക് കിട്ടേണ്ട ലോട്ട് സൈസ് നമുക്ക് കിട്ടും.
ഓക്കെ. സോ ലിക്വിഡിറ്റി പ്രൊവൈഡറും നമ്മളും തമ്മിലാണ് ആക്ച്വൽ കണക്ഷൻ നടക്കുന്നത് അല്ലെ. ലിക്വിഡിറ്റി പ്രൊവൈഡറും റീറ്റെയിലും ഉണ്ട്. ഇവിടെ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ വെറും ഒരു ചെറിയ പാർട്ടേ ഉള്ളൂ. നമ്മൾ ഇവിടെ 1-2 ലോട്ട് എടുക്കുന്നുള്ളൂ. ഇവർക്ക് ആക്ച്വലി വേണ്ടത് നമ്മളെ അല്ല, ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിനോട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ 1 ലക്ഷം 10 ലക്ഷം ഓർഡേഴ്സ് ഒക്കെയാണ് ഒരു സ്ഥലത്തിട്ട് വെച്ചേക്കുക. ഇവരെ ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളും കൂടെ ഇവിടെ വരും, വേറൊരു ലിക്വിഡിറ്റി പ്രൊവൈഡർ, വേറൊരു വലിയ ബാങ്ക് അല്ലേ. ഇവര് തമ്മിലാണ് ആക്ച്വലി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യാണ്, ആ ഓർഡർ ബുക്ക് ചെയ്യുന്ന ആ ഓർഡേഴ്സ് ചെയ്യുന്ന ശകലം നമ്മൾ ആ ഒരു വിൽപ്പനയുടെ മേടിക്കലിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് കയറി ഇറങ്ങുകയാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. ഇവിടെ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേഴ്സസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ. ഇത് ഒരു ബാങ്കും 2 ബാങ്കും ഒന്നും ആയിരിക്കത്തില്ല. പല ബാങ്കുകളുടെ അഗെയിൻസ്റ്റോ അല്ലെങ്കിൽ പല ബാങ്കുകൾ വേറെ ഹെഡ്ജ് ഫണ്ടുകൾക്കോ അങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ പോകണം. ആർക്കെതിരെ നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് ചാർട്ട് കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ പ്രോസസ്സ് ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. ലിക്വിഡിറ്റി പ്രൊവൈഡർ ഉണ്ട്, ബ്രോക്കർ ഉണ്ട്. ആ ലിക്വിഡിറ്റി പ്രൊവൈഡർ ഓൾറെഡി എല്ലാ പ്രൈസ് പോയിന്റുകളിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. സെല്ലും ബൈയും എല്ലാ സ്ഥലത്തും ആ ഓർഡേഴ്സ് കിടപ്പുണ്ട്. അപ്പോൾ ആ ഓർഡേഴ്സ് ട്രിഗർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മാച്ചപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഇവർ ഓൾറെഡി പ്ലേസ് ചെയ്ത ഓർഡേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ആൾക്കാർക്ക് വിൽക്കാനും മേടിക്കാനും എല്ലാം അല്ലേ. ഇപ്പം നമ്മൾ വിൽക്കുകയാണെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഒരു പ്രൈസ് പോയിന്റ് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഫോറക്സ് ട്രേഡ് ചെയ്തു, ബൈ ചെയ്തു, നമുക്ക് പ്രോഫിറ്റ് ആയി, നമുക്ക് വിൽക്കണം. ഈ ലിക്വിഡിറ്റി പ്രൊവൈഡർ ഓൾറെഡി മേടിക്കാനുള്ള ഓർഡേഴ്സ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടാവും കുറേ പ്രൈസ് പോയിന്റുകൾ. അപ്പം ബ്രോക്കർ എന്ത് ചെയ്യും, പ്രൈസ് പോയിന്റ് നോക്കും, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് പോയിന്റ് നോക്കും. രണ്ടും മാച്ചിങ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ മാച്ച് ചെയ്യും, നമ്മൾ ഓർഡേഴ്സ് മാച്ച് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ലിക്വിഡിറ്റി പ്രൊവൈഡറിന് കിട്ടേണ്ട കാര്യം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഫോറക്സിൽ ആ പ്രോസസ്സ് നടക്കുക, ഓർഡർ ഫ്ലോയുടെ. ഓക്കെ. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യവും ഓർഡർ ഫ്ലോ ആണ്. നമ്മൾ ചാർട്ടിൽ നോക്കുന്നത് ഓർഡർ ഫ്ലോ ആണ്. ബേസിക് ആയിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക. അധികം നമുക്ക് ചൂഴിഞ്ഞ് ഇതിൽ എന്താ പറയുക ആലോചിക്കേണ്ട കാര്യമില്ല. ലിക്വിഡിറ്റി പ്രൊവൈഡറിൽ നിന്ന് നമ്മളെ ബ്രോക്കർ ഒരു മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, നമ്മൾ ഓർഡേഴ്സ് മാച്ച് ചെയ്യിപ്പിക്കാൻ, അത്രേ ഉള്ളൂ. ഓക്കെ. സിമ്പിളായിട്ട് ഇപ്പം ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ABC 3 ആൾക്കാരുണ്ട്. ഓക്കെ. ഇപ്പം എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ഐഫോൺ വേണം. പുള്ളിയുടെ കയ്യിൽ എന്താ പറയുക 3 സാംസങ്ങിൻ്റെ ഫോണുണ്ട്. ഓക്കെ. 3 സാംസങ്ങിൻ്റെ ഫോണുണ്ട്, പുള്ളിക്ക് ഐഫോൺ ആണ് വേണ്ടത്, ഐഫോൺ കയ്യിലില്ല, ഐഫോൺ വേണം, പുതിയ ഐഫോൺ വേണം. 3 സാംസങ്ങിൻ്റെ ഫോണുണ്ട്. ബി എന്ന് പറഞ്ഞൊരു മീഡിയേറ്റർ ആണ്. ഈ പുള്ളിക്കാരന് ഒരു വ്യക്തി അറിയാം, സി എന്ന് പറഞ്ഞൊരു വ്യക്തി അറിയാം, ഈ പുള്ളിക്കാരന് 3 സാംസങ് ഫോൺ മേടിക്കാൻ തയ്യാറാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയുണ്ട്, ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഐഫോണും ഉണ്ട്. ഓക്കെ. ബിക്ക് ഇതെല്ലാം അറിയാം, എക്ക് അറിഞ്ഞൂടാ ആരാണ് അപ്പുറത്തുള്ളത്, സിക്ക് അറിഞ്ഞൂടാ എ, ഡിക്ക് അറിഞ്ഞൂടാ എ, ഡിയും സിയും തമ്മിൽ ഒരു പരിചയമില്ല. ഇവർക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞൂടാ ആരെ. എന്നാൽ ബിക്ക് ഇവരെല്ലാവരെയും അറിയാം, ബ്രോക്കറിന്. മനസ്സിലായില്ലേ? സോ ബ്രോക്കർ ഇപ്പം എയുടെ റിക്വയർമെന്റ് ബ്രോക്കറിന് അറിയാം. LP നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ എ ആണ് അല്ലെ. എക്ക് ഐഫോൺ വേണോന്നറിയാം. അപ്പൊ ബി എന്ത് ചെയ്യും, ശരി ഈ ഐഫോൺ വേണോന്നുള്ളത്, അതായത് ബൈ ചെയ്യാനുള്ള ഓർഡർ ആണ് ഉള്ളത് ഇവിടെ അല്ലെ. ഇവിടെ ഈ ഡി എന്ന് പറഞ്ഞ ആളുടെ ഐഫോൺ ഉണ്ട്, അയാൾ സെല്ലാണ് ചെയ്തേക്കുന്നത്, ആള് വിൽക്കാൻ തയ്യാറാണ്. ബി എന്ത് ചെയ്യും, ബ്രോക്കർ എന്ത് ചെയ്യും, അവർ രണ്ടുപേരും കണക്ട് ചെയ്യും. ശരി, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തിക്കും. അപ്പം എക്ക് എന്ത് കിട്ടും, ഐഫോൺ കിട്ടും, ഡിക്ക് കാശും കിട്ടും. അതുപോലെ തന്നെ ബിക്ക് വേറൊരു കാര്യം അറിയാം, സാം എന്ന് എന്താ പറയുക, സാംസങ്ങിന്റെ 3 ഫോണ് ആപ്പിൾ ഡേയിലുണ്ട്, സി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ 3 ഫോണ് വേണം അല്ലെ. അപ്പൊ ഇവിടെ എ വിൽക്കുകയാണ്, സി ബൈ ചെയ്യാൻ തയ്യാറാണ്. ബി എന്ത് ചെയ്യും, ശരി നിങ്ങൾ രണ്ടുപേരും ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ലിക്വിഡിറ്റി പ്രൊവൈഡറായിട്ടും ആ സി എന്നുള്ള കണക്ഷൻ നടക്കും, അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കും. ഇതിലെല്ലാം കൂലിയായിട്ട് എന്ത് ചെയ്യും, ബ്രോക്കർ ചാർജുകൾ ചിലപ്പോൾ ഈടാക്കും. നമ്മൾ കമ്മീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബ്രോക്കറേജ് എന്ന് പറയും. ഓക്കെ. ചില ബ്രോക്കറുകൾ എടുക്കാറില്ല, ചിലർ എടുക്കാറുണ്ട്. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഫോറക്സിന്റെ ട്രേഡിങ്ങിന്റെ കാര്യത്തിലും വരുമ്പോൾ അല്ലെ. ഇവിടെ ഫോണിൽ വരെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ആക്ച്വൽ കറൻസിയാണ് വിൽക്കപ്പെടുന്നത് അല്ലെ, കറൻസികളുടെ ട്രാൻസാക്ഷനാണ് നടക്കുക. ഓക്കെ. ഈ 3 ഐഫോണും സാംസങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രൈസ് പോയിന്റുകൾ, അതായത് ഇതുപോലത്തെ പ്രൈസ് പോയിന്റുകൾ ഇമാജിൻ ചെയ്യാം, ചാർട്ടിലുള്ള പ്രൈസുകൾ. ഇതുപോലെ ഓരോ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്, ബൈയും സെല്ലും ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? സോ ഇവിടെ ആൾക്കാർ മേടിക്കാൻ തയ്യാറാണെങ്കിൽ മേടിക്കാൻ, വിൽക്കാൻ ഓൾറെഡി ഇവിടെ തയ്യാറുണ്ട്. അതുപോലെ വിൽക്കാൻ തയ്യാറാണെങ്കിൽ മേടിക്കാനും തയ്യാറായിട്ട് അപ്പുറത്ത് ലിക്വിഡിറ്റി പ്രൊവൈഡർ ഉണ്ട്, നടുക്ക് ബ്രോക്കർ, ഇവരെ രണ്ടുപേരെ ഒരുമിപ്പിക്കുന്നു. ഇതാണ് ആക്ച്വലി നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ.
നിങ്ങളിത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ കാണുക, ജസ്റ്റ് ഓവറോൾ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടി.